ഗോപിച്ചേട്ടാ, നമ്മുടെ കുഞ്ഞൻ ചേട്ടൻ അയൽവാസി വെട്ടി. ആ ഈശ്വര, ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ കാര്യമില്ലെന്നാ കേട്ടത്. ഇതെന്താ ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ? 2-3 വർഷമായിട്ട് അവർ തമ്മിൽ വഴക്കായിരുന്നല്ലോ, വഴിത്തർക്കം. ഇന്ന് അവിടെ കുഞ്ഞൻ ചേട്ടൻ വാഴയോ മറ്റോ വെച്ചതാ. ഇവൻ ഓടിച്ചെന്നങ്ങ് വെട്ടി. കെട്ടിക്കാരായ ഒരു മകളുണ്ടാ ചങ്ങാതി. കുഞ്ഞൻ ചേട്ടനാണെങ്കിൽ സുഖമില്ലാതെ കിടക്കുന്ന ഭാര്യ. 2 കുടുംബത്തിന്റെ കാര്യം കഷ്ടത്തിലായി. എത്ര സ്നേഹത്തിൽ കഴിഞ്ഞ കുടുംബങ്ങളായിരുന്നു. വഴക്കുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം, അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവണം. സ്നേഹമുള്ളിടത്ത് ഈ പറഞ്ഞതൊക്കെ ഉണ്ടാവും. ക്ഷമിക്കാൻ കഴിയുന്നത് ഉള്ളിൽ സ്നേഹമുള്ളവർക്കാ. അവിടെ പക മാത്രം വെച്ചോണ്ടിരുന്ന കണ്ണ് കാണാതാവും. പിന്നെ ചോര കണ്ടേ അടങ്ങും. വല്ലാത്ത മനുഷ്യർ തന്നെ. കൊലപാതകങ്ങൾ എത്ര അനായാസമായാണ് ഒരാൾ മറ്റൊരാളെ കൊന്നുകളയുന്നത്. ആൺപെൺ ഭേദമില്ലാതെ, വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ ഏറി വരുന്ന കൊലപാതകികൾ. ക്ഷമയുടെയും സ്നേഹത്തിന്റെയും മനസ്സ് കൈമോശം വന്നവർ. ബന്ധുവോ അയൽവാസിയോ പരിചയക്കാരോ അപരിചിതരോ ആരുമാവട്ടെ, ഒറ്റ നിമിഷത്തെ അവിവേകത്താൽ തീർപ്പ് കൽപ്പിക്കുകയാണ്. നമ്മൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സുഹൃത്തെ. പകയുടെ തീയിൽ മനുഷ്യനെ കാണാനുള്ള കണ്ണ് കരിച്ചു കളയാതെ അവിടെ സ്നേഹം നിറച്ചു വയ്ക്കൂ. ലെറ്റ് us change.